മലയാളി വായനക്കാരുടെയിലും സാഹിത്യ നിരൂപകർക്കിടയിലേക്കും പുതിയൊരു വിഷയം കടന്നു വന്നിരിക്കുന്നു. അഖിൽ പി ധർമ്മജന് ലഭിച്ച ആ അംഗീകാരം ചിലർക്ക് അംഗീകരിക്കാൻ പറ്റാതാവുകയും ചിലരെയും പ്രതികൂലിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടം വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അധികം ആരും വായിക്കപ്പെടാതെ പോകുന്ന ചില പുസ്തകങ്ങൾ, എഴുത്തുകാരെ പറ്റി അറിയാത്ത ഒരു കാലഘട്ടം, പുതിയ പുതിയ എഴുത്തുകാർ ആരാണ് എന്താണ് എന്നറിയാത്ത ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പതുക്കെയുള്ളൊരു വലിയ ട്രാൻസ്ഫോർമേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പുതിയ തലമുറയെ വായനയിലേക്ക് എത്തിക്കുക എന്നതിൽ അഖിൽ പി ധർമ്മജനെ പോലെയുള്ള യുവ എഴുത്തുകാർ തീർച്ചയായിട്ടും എന്തെന്നില്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ നമുക്ക് സാഹിത്യപരമായിട്ട് തീർച്ചയായിട്ടും നിരൂപണത്തിന്, വിമർശനങ്ങൾക്ക് വിധേയമാകാം. അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അടുത്ത അദ്ദേഹത്തിൻ്റെ പുതിയ രചനയ്ക്ക് അത് കൂടുതൽ ശക്തി പകരുകയുള്ളൂ. പക്ഷേ വിമർശനങ്ങളെല്ലാം ഇപ്പോഴും ഹെൽത്തിയർ ആയിരിക്കണം. അതുപോലെ ഒരാളെ വ്യക്തി കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നതിനോട് യോജിക്കാനും കഴിയുന്നില്ല. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ യുവ പുരസ്കാരം എന്തിനു കൊടുക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. പുതിയ ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക, ലിറ്ററേച്ചറിലേക്ക് അവരെ കൊണ്ടുവരിക, അവരെ അംഗീകരിക്കപ്പെടുമ്പോൾ അത് കണ്ട് മറ്റൊരു തലമുറ വീണ്ടും ഇതിലേക്ക് എത്തിച്ചേരുക എന്നതാണ് യുവ പുരസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം യുവ പുരസ്കാരം കിട്ടിയ വ്യക്തിയെ എത്ര പേർക്ക് അറിയാം? അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളോ ഇൻ്റർവ്യൂയോ ഒന്നും നമുക്ക് എവിടെയും കാണാൻ സാധിക്കത്തില്ല. ശ്യാം കൃഷ്ണൻ്റെ മീശക്കള്ളൻ എന്ന് പറയുന്ന ചെറുകഥാസമാഹാരത്തിനാണ് കഴിഞ്ഞ യുവ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന് എത്ര പേർക്ക് കണ്ടാൽ തിരിച്ചറിയാമെന്നോ ആ പുസ്തകം എത്ര പേരിലേക്ക് എത്തപ്പെട്ടെന്ന് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര പേർക്ക് അറിയാമെന്ന് കൂടി എനിക്കറിയില്ല. അന്നുണ്ടാകാത്ത വിമർശനങ്ങൾ എന്തുകൊണ്ട് ഇന്നുണ്ടാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യം. ഞാൻ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ വായിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടാൻ കാരണമാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാഷയിൽ ഇപ്പോഴത്തെ യുവ എഴുത്തുകാർ കൊണ്ടുവന്ന ഒരു മിതഭാഷ മതി, സംസാര ഭാഷ മതി എന്നുള്ള ഒരു വിചാരമായിരിക്കാം കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തപ്പെടുന്നത്. 2 വർഷം മുമ്പ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ യുവ എഴുത്തുകാരെ വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കണ്ടു നോക്കുക. അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് തങ്ങൾ എന്താണ് ചെയ്യുന്നത്, തങ്ങളുടെ ഭാഷ എവിടെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾക്കൊരു സിനിമ കണ്ട പോലെ ഫീൽ ആകുന്നുണ്ടായിരിക്കാം എന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട് അവർ എന്നത് സത്യമാണ്. അവരൊക്കെ യുവ എഴുത്തുകാരാണ്. എഴുതി ചിലപ്പം അവർ സാഹിത്യപരമായിട്ട് വലിയ സൃഷ്ടികൾ ഉണ്ടായേക്കാം ഭാവിയിൽ എന്നതുകൊണ്ട്. പക്ഷേ എല്ലാ സാഹിത്യ സൃഷ്ടിയും എല്ലാവരും വായിക്കപ്പെടണമെന്നില്ല. ഒരു തുടക്കക്കാരന് വായിക്കാൻ കഴിയുന്ന പുസ്തകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. എന്തുകൊണ്ട് ഇല്ല? എൻ്റെ ആദ്യ വായനയിൽ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എൻ്റെ ആദ്യ പുസ്തകമല്ല ഖസാക്കിൻ്റെ ഇതിഹാസം. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനത് വായിച്ചപ്പോൾ മാത്രമാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരാളെ വായനയിലേക്ക് കൊണ്ടുവരാൻ വലിയൊരു സാഹിത്യ പുസ്തകത്തിന് കഴിയുമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലില്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ പുസ്തകങ്ങൾ, ചെറിയ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ വായനയിലേക്ക് ഒരു കൂട്ടം ജനങ്ങളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടവ തന്നെയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ.